നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു വെയിറ്റിങ്ങിലാണ്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫലം എന്നോണം അതൊക്കെ ഒരു വെയിറ്റ് ചെയ്ത് എപ്പോഴാണ് റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ഉണ്ടാവുന്നത്, എപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുന്നത് എന്നൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഫിൽട്ടർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് പലപ്പോഴും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന എംബ്രർ കാർഡിൻ്റെ എനർജി കാണിച്ചു തരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു കിങ് എനർജി അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കാം. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റും ടൈമും ഒക്കെ കൂടുതലായിട്ട് തരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നതും അവർ ഭയങ്കരമായിട്ട് ഓക്കെ ആവുന്നതും ഒക്കെ നിങ്ങളുടെ അടുത്തായിരിക്കും. പക്ഷേ എന്ന് കരുതി ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റ് തരാനോ ഒരു എക്സ്ട്രാ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് സാധ്യമാവാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഫിൽട്ടർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് കൂടുതലും ഒരു ടൈമോ കമ്മിറ്റ്മെൻറ്റോ തരാതെ നിൽക്കുന്ന ഇടയ്ക്കൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അങ്ങനെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പിണക്കം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് കുറേ അധികമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല അതല്ലാണ്ട് എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ കുറച്ച് അധികമായിട്ട് ഉള്ളൊരു പേഴ്സണായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി കാണിച്ചു തരുന്നത് ഈ ഒരു പേഴ്സണായിട്ട് ഈ ഒരു സമയത്ത് ഒരുപാട് അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനും, അല്ലെങ്കിൽ പഴയതിനേക്കാളും സ്ട്രോങ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും ഒക്കെ ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഫലം എന്നുള്ള ഇവരുടെ മനസ്സിലിപ്പോൾ അധികമായിട്ട് തന്നെ നിങ്ങളുടെ ഒരു തോട്ട്സ് ആണ് കൂടുതലും വരുന്നത്. ആ ഒരു എനർജിയിലാണ്, ആ ഒരു എനർജി ഈ ഒരു പേഴ്സണിന് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും യൂണിവേഴ്സിനോട്. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേരെങ്കിലും വെയിറ്റ് ചെയ്ത് മടുത്തിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ലേ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. പലപ്പോഴും വരുന്നുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെയും പോകുന്ന അത്തരം ഒരു പിടി കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു നേച്ചർ. മീൻസ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ്. റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്ത് വീണ്ടും പോകുന്ന ഒരു അവസ്ഥ. പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ശരിക്കും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇവിടെ പറയണം എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ലോയലായിട്ട് തന്നെ നിങ്ങളുടെ അരികിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കത് സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഒരു ഫീലിങ്സും കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങളോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനും മടിക്കുന്നുണ്ട്. കാരണം നിങ്ങളിനി അങ്ങനെ ഓപ്പണായിട്ട് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് തീർത്തിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാമെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളിനിയും പോകുമോ എന്ന് പോലും ഒരു പേടി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇതുവരെയും നിങ്ങളോട് കംപ്ലീറ്റ്ലി ബൈ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ പോയി വരിക അങ്ങനെ ഒരു ഇതായിട്ട് പോകുന്നുണ്ട്. അത് ഈ ഒരു വ്യക്തിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലൈഫ് ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിട്ടുണ്ട്. 2 കാർഡ്സാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഒരുപാട് കെട്ടുപാടുകളിൽ പെട്ട് കിടക്കുന്ന അത്തരം ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് വരണം, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ ആയിരിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഒരു ആശ്വാസമാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഒരു ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതിനൊന്നും അവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ പലപ്പോഴും അവരായിട്ട് തന്നെ ടൈം ഉണ്ടാക്കി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ശ്രമിച്ചാൽ കൂടിയും പല കാരണങ്ങൾ കൊണ്ടും നടക്കാതെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളാണെങ്കിൽ കുറേ പേര് മടുത്തിട്ട് മൂവ് ഓൺ ആവണമെന്ന് പോലും ചിന്തിക്കുന്നൊരു എനർജി ഫീൽ ആവുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പക്ഷെ തുറന്ന് ചോദിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്ന് പോലും ചോദിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം.
കാരണം ഇങ്ങനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പോലും ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു വ്യക്തമായിട്ടൊരു നോയോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കംപ്ലീറ്റ് ആയിട്ടൊരു ബൈ പറയുകയാണെങ്കിൽ അങ്ങ് പോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും നിങ്ങൾ കുറച്ച് പേര് കാണും. പക്ഷെ എന്നാലും നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നത് ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് തന്നെയാണ്. അത് തന്നെയാണ് റീഡിങ്ങിലും കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്താണെങ്കിലും ഒരു ഭാവിയുണ്ട്, അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഫ്യൂച്ചർ നല്ലപോലെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്ത് അവരുടെ സിറ്റുവേഷൻ കുറെ കൂടി മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു ട്രാവലിങ്ങിന് അല്ലെങ്കിൽ ഒരു ഒരു യാത്ര പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഉടനെ തന്നെ ഒരു മീറ്റപ്പ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഫീൽ ആവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കുറേ പേരെങ്കിലും മനസ്സിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൻസർ ഇല്ലാണ്ടിരിക്കുകയല്ലേ, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കുറേ കൂടി ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, അല്ലെങ്കിൽ ഒന്ന് കണ്ട് സംസാരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. അതുകൊണ്ട് തന്നെ വന്ന് കണ്ട് സംസാരിച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. മേ ബി അതായിരിക്കണം ഇവിടെ ഒരു എനർജി ഫീൽ ആവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്തൊക്കെ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയാണ് ഓർമ്മ. എങ്ങനെയും റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കണം എന്നാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങളും അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ, അതായത് വെയിറ്റ് ചെയ്ത് മടുത്തത് കൊണ്ടായിരിക്കണം നിങ്ങൾ മാറി ചിന്തിക്കണോ അതോ ഇനിയും വെയിറ്റ് ചെയ്യണോ എന്ന് പോലും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയും ഫീൽ ആവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങളെ പലപ്പോഴും ഗൈഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ എനർജി ഫീൽ ആവുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമില്ലേ, പുറമേ ഇങ്ങനെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതല്ല, അല്ലാതെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പലപ്പോഴും ശരിയായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കുറേ പേർക്കെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളതാണ്. നിങ്ങളിങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ തന്നെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെയല്ല, നിങ്ങളുടെ ലൈഫിൽ പോലും അങ്ങനെ പല കാര്യങ്ങളും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവണം. സോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പലപ്പോഴും ശരിയാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്ക് കുറേ കൂടി പ്രഡിക്റ്റബിൾ ആയിട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വഴി കുറേ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള മീൻസ് കുറേ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ കുറേ കൂടി കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. സോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക.